ഹലോ സാർ, നമസ്കാരം. പേൾവെൻ ഇൻ്റർനാഷണൽ നിങ്ങൾക്ക് മുമ്പിൽ 6 പ്രൊജക്റ്റുകളാണ് അവതരിപ്പിക്കുന്നത്. ഇതൊരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റാണ്. 2015 ഇത് നിലവിൽ വന്നത്. ഈ സിസ്റ്റം അവതരിപ്പിച്ചത് ഡോക്ടർ ഡാനിയൽ ജോൺസൺ എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യനാണ്. 156 രാജ്യങ്ങളിൽ ഈ ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നു. അദ്ദേഹം ഒരു മാത്തമാറ്റിക്കൽ സയൻറ്റിസ്റ്റാണ്. റോത്ത്ചൈൽഡ് ഫാമിലിയിൽപ്പെട്ട ഒരു അംഗമാണ് ഡോക്ടർ ഡാനിയൽ ജോൺസൺ. ഈ ഒരു കുടുംബം തന്നെയാണ് ലോകത്തിൽ ഡോളർ അവതരിപ്പിച്ചത്. ലോകത്തിലെ മേജർ ബിസിനസ് കമ്മ്യൂണിറ്റി ഇവരുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ വളരെ വലിയ സബ്ജക്റ്റുകൾ ഒക്കെ ആരംഭിച്ചത് ഈ ഒരു ഫാമിലിയാണ്. ഇവിടെ പേൾവെൻ അവതരിപ്പിക്കുന്ന 6 പ്രൊജക്റ്റിൻ്റെ പാർട്ണറായിട്ടാണ് നിങ്ങൾ കടന്നു വരേണ്ടത്. ഇതിലാദ്യത്തെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ബാങ്കിങ് ആണ്. സിസ്റ്റം 85 ലക്ഷം കമ്മ്യൂണിറ്റിയെ സൃഷ്ടിച്ചത് ഡിജിറ്റൽ ബാങ്കിങ് പ്രോഗ്രാമിലൂടെയാണ്. ഇപ്പോൾ കടന്നു വരുന്ന വ്യക്തികൾ ചെയ്യേണ്ട ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് PVC മെറ്റാ മൾട്ടി പർപ്പസ് NFT ടോക്കൺ എന്ന് പറയുന്ന ടോക്കൺ പ്രോഗ്രാമിലൂടെയാണ്. അത് ഒരു ബാങ്കിങ് സിസ്റ്റത്തിലൂടെയാണ് ഒരു പുതിയ വ്യക്തി ചെയ്യേണ്ടത്. ഇവിടെ സിസ്റ്റം ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതോടുകൂടി നിങ്ങളെ ഈ ഒരു 6 പ്രൊജക്റ്റിൻ്റെ പാർട്ണറായിട്ടാണ് വിലയിരുത്തുന്നത്. മൂന്നാമത്തെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്. നാലാമത്തെ പ്രൊജക്റ്റ് മൊബൈൽ നെറ്റ്വർക്ക്. അഞ്ചാമത്തെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമാണ്. ആറാമത്തെ പ്രൊജക്റ്റ് ഇ-കൊമേഴ്സ് Bungi.com. PVC മെറ്റാ മൾട്ടി പർപ്പസ് NFT ടോക്കൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഓഫ് മണി, പണം ഉപയോഗിക്കുന്ന പോലെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ടോക്കനാണ് PVC മെറ്റാ. മറ്റ് ടോക്കനുകൾ വൺ പർപ്പസ് മാത്രമാണ്. അതുപോലെ തന്നെ ഈ പുതിയ കാലഘട്ടത്തിലെ എല്ലാ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് PVC മെറ്റാ മൾട്ടി പർപ്പസ് ടോക്കൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പേൾവെൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഒരു ഇക്കോസിസ്റ്റം, ഈ ഒരു പ്രൊജക്റ്റ് ഫ്യൂച്ചർ ഓഫ് മണി എന്നുള്ള രീതിയിൽ ലോകത്തിൽ മുഴുവൻ പ്രചരിപ്പിക്കാൻ സിസ്റ്റം കണ്ടെത്തിയ വളരെ പ്രധാനപ്പെട്ട മാർഗങ്ങളാണ് മറ്റ് 4 മാർഗങ്ങൾ. അതായത് സോഷ്യൽ മീഡിയ ഒരു സെർച്ച് എഞ്ചിൻ അവതരിപ്പിക്കുകയാണ് പേൾവെൻ ഇൻ്റർനാഷണൽ. അതിലൂടെ നിങ്ങളിപ്പോൾ ചെയ്യുന്ന എല്ലാ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിസ്റ്റം PVC മെറ്റ എന്ന് പറയുന്ന മൾട്ടിപർപ്പസ് ടോക്കൺ റിവാർഡായി നൽകും. ആ ഒരു സാഹചര്യം നിലവിൽ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഫ്യൂച്ചർ ഓഫ് മണി എന്ന് പറയുന്ന ഈ ഒരു ടോക്കൺ ജനങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിലവിൽ ഉള്ള നമ്മുടെ താഴെയാണ് ഇനി വരുന്ന എല്ലാ ആളുകളും പ്രവേശിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സിസ്റ്റം നമ്മളെ ഇതിൻ്റെ പാർട്ണറായി കരുതുന്നു എങ്കിൽ നമുക്ക് അതിനുള്ള റിവാർഡുകൾ കൂടുതലായി ലഭിക്കുന്നൊരവസ്ഥ ഇപ്പോൾ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ ലഭിക്കും. അതുപോലെ തന്നെയാണ് മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. വൺ വേൾഡ് വൺ സിം, ലോകത്തിൽ എല്ലായിടത്തും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു നെറ്റ്വർക്ക് പ്രോഗ്രാം. നമുക്കറിയാം, ഒരു മൊബൈൽ നെറ്റ്വർക്ക് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാ ഡാറ്റകളും ആ ഒരു കമ്മ്യൂണിറ്റിയുടെ കീഴെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എത്തിച്ചേരും. അതിനുശേഷം ഫ്യൂച്ചർ ഓഫ് മണി എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ എല്ലാവരെയും അണിനിരത്താൻ സിസ്റ്റത്തിന് കഴിയും. അതുപോലെയാണ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഗെയിമുകൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയിലേക്കാണ് പേൾവെൻ ഇൻ്റർനാഷണൽ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം അവതരിപ്പിക്കുന്നത്. അതിലൂടെയും വലിയ രീതിയിൽ ബിസിനസ് നടക്കുന്നു. അതുപോലെ തന്നെയാണ് ഇ-കൊമേഴ്സ് Bungi എന്ന് പറയുന്നത്. 5000-ലധികം പ്രൊഡക്റ്റുകൾ നിലവിലുള്ള ഇ-കൊമേഴ്സ്
പ്ലാറ്റ്ഫോമാണ് ബങ്കി. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു 4 പ്രൊജക്റ്റിൽ പ്രത്യേകിച്ച് ഒരു പാർട്ണർ എന്നുള്ള രീതിയിൽ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. ഇവിടെ നമുക്ക് ചെയ്യേണ്ട പ്രവർത്തനം എന്ന് പറയുന്നത് സീഡ് ഫണ്ടിങ് ആൻഡ് ടോക്കൺ ഫാമിംഗ് ആണ്. നമുക്കറിയാം, സാധാരണ ബാങ്കിങ്ങിൽ നടക്കുന്ന ഒരു ഷെയർ ഹോൾഡിങ്ങിനെയാണ് സീഡ് ഫണ്ടിങ് എന്ന് പറയുന്നത്. ടോക്കൺ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബാങ്കിൽ നടക്കുന്ന മറ്റ് ആക്ടിവിറ്റീസ് മീൻസ്, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ്, ലോൺ അപ്ലൈ ചെയ്യുക, മറ്റ് സർവീസുകളെയാണ് ടോക്കൺ ഫാമിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഈ ബിസിനസ് പ്ലാൻ ചെയ്യാം. 1 റെഫറൽ മാർക്കറ്റിംഗ്, 2 ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിനെ വിലയിരുത്താം. ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് കോമ്പൗണ്ടിങ്, അതുപോലെ ഏർലി ബേർഡ് റിവാർഡ് ഓഫർ. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട രീതിയാണ് റെഫറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. റെഫറൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായ ഒരു രീതിയാണ് റെഫറൽ മാർക്കറ്റിംഗ്. ഇവിടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നൊരു വ്യക്തി ചെയ്യേണ്ടത് PVC മെറ്റ എന്ന് പറയുന്ന 1000 ടോക്കൺ, NFT ടോക്കൺ ട്രസ്റ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൽ ഹോൾഡ് ചെയ്യുകയാണ് വേണ്ടത്. ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ ഏത് കാര്യം ചെയ്തു കഴിഞ്ഞാലും ഈ സിസ്റ്റത്തിൽ 1000 ദിവസമാണ് ഇതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 0.20 എന്ന നിലയിൽ 1000 ദിവസമായിരിക്കും. ഇവിടെ സിസ്റ്റം നിങ്ങൾക്ക് കിട്ടുന്ന റിവാർഡുകളുടെ വേഗത വർദ്ധിപ്പിക്കാനുള്ള അവസരമാണ് റെഫറൽ മാർക്കറ്റിങ്ങിലൂടെയും കോമ്പൗണ്ടിങ്ങിലൂടെയും ഏർലി ബേർഡ് റിവാർഡ് ഓഫറിലൂടെയും നൽകുന്നത്. ഇവിടെ നമുക്ക് 100 ഫാമിംഗ് USDT ഉപയോഗിച്ച് ബിസിനസ് ആരംഭിക്കാം, അതായത് റെഫറൽ പ്രോഗ്രാം ആരംഭിക്കാം. 100 USDT മീൻസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ 13,000 രൂപ. അതിന് മുകളിൽ നമുക്ക് എത്ര തുക വേണമെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് ബിസിനസ്സിലേക്ക് കടന്നു വരാം. ഉദാഹരണത്തിന് 13,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു ദിവസം ലഭിക്കുന്നത് 26 രൂപയാണ്. അദ്ദേഹത്തിന് 1000 ദിവസം കൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത 13,000 എന്ന് പറയുന്നത് 26,000 രൂപ, 200% തിരിച്ചു കിട്ടുന്നു. അതുപോലെ 1,00,000 രൂപയാണ് ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് 0.20, അതായത് ഒരു ദിവസം 200 രൂപ വെച്ച് 1000 ദിവസം കൊണ്ട് 2,00,000 രൂപ അദ്ദേഹത്തിന് തിരിച്ചു ലഭിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, റെഫറൽ മാർക്കറ്റിംഗ് തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം ഡയറക്റ്റ് പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്ത തുകയുടെ അദ്ദേഹം വാങ്ങിക്കുന്ന ഒരു മാസത്തെ റിവാർഡിൻ്റെ 20% റെഫറൽ കമ്മീഷനായി ലഭിക്കുക. അതായത് 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ദിവസം 200 രൂപ വെച്ച് 200 × 30 ദിവസം 6,000 രൂപ അദ്ദേഹത്തിന് ലഭിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു റെഫറൽ മാർക്കറ്റിംഗ് തിരഞ്ഞെടുത്ത വ്യക്തിയെ സംബന്ധിച്ച് 6,000 രൂപയുടെ 20% അദ്ദേഹത്തിന് ലഭിക്കുക, അതായത് 1,200 രൂപ. ഒരു 2020 മെട്രിക്സിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു പ്ലാൻ 20 ലെവലിൽ പ്രവർത്തിക്കാനുള്ള അവസരം നമുക്ക് നൽകുന്നു. 2020 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി 20 പേരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ലെവൽ, ആ ലെവലിൽ നടക്കുന്ന ബിസിനസ്സിൻ്റെ 20% ലഭിക്കാൻ ഒരു വ്യക്തി ഒരാളെയാണ് ഡയറക്റ്റ് കൊണ്ടുവരേണ്ടത്. രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നത്, ആദ്യത്തെ ലെവലിലുള്ള 20 പേരും 20 പേരെ കണ്ടെത്തി കഴിഞ്ഞാൽ 400 പേരാണ്. 400 പേരുടെ 19% അദ്ദേഹത്തിന് റെഫറൽ കമ്മീഷൻ ലഭിക്കാൻ ആദ്യത്തെ വ്യക്തി രണ്ടാമത് ഒരു വ്യക്തിയെ കൂടി കൊണ്ടുവരേണ്ടതുണ്ട്. അതുപോലെ മൂന്നാമത്തെ ലെവലിൽ 400 പേരും 20 പേരെ കണ്ടെത്തിയാൽ 8,000 പേരുണ്ടാകും. 8,000 പേരുടെ റെഫറൽ കമ്മീഷൻ, അതായത് 18% ലഭിക്കാൻ അദ്ദേഹം ഡയറക്റ്റ് ഒരാളെ കൂടി കൊണ്ടുവരണം. അങ്ങനെ 3 പേരെ.
കൊണ്ടുവരണം. അങ്ങനെയാണ് 20-20 മെട്രിക്സ് പ്രവർത്തിക്കുന്നത്. ഇതാണ് റഫറൽ കമ്മീഷൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ. രണ്ടാമത്തെ ഒരു രീതി എന്ന് വെച്ചാൽ കോമ്പൗണ്ടിങ് ആണ്. ഇവിടെ പറഞ്ഞ 0.20 ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നമുക്കൊരു 5 ലക്ഷം രൂപയുടെ കോമ്പൗണ്ടിങ് സിസ്റ്റത്തെക്കുറിച്ചൊന്ന് ലളിതമായി പരിശോധിക്കാം. 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 0.20 ഒരു ദിവസം 1000 രൂപയാണ് ലഭിക്കുക. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനൊരു മാസം 1000 × 30 ദിവസം 30,000 രൂപ ലഭിക്കും. ഈ ലഭിക്കുന്ന തുക ഓരോ മാസവും കോമ്പൗണ്ട് ചെയ്താൽ, അതായത് ലഭിക്കുന്ന തുക നമ്മുടെ ക്യാപിറ്റലിൻ്റെ കൂടെ ഏഡ് ചെയ്താൽ രണ്ടാമത്തെ മാസം മുതൽ അദ്ദേഹത്തിൻ്റെ റിവാർഡ് വർദ്ധിക്കും. ക്യാപിറ്റൽ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ലഭിക്കുന്ന റിട്ടേണും വർദ്ധിക്കും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്ന 5 ലക്ഷം രൂപ 25 ലക്ഷം രൂപയായി വർദ്ധിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 100 USDTയിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിക്കുന്നത്. 100 USDT നമുക്ക് കോമ്പൗണ്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു മാസം തന്നെ 2, 3, 4 തവണയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ പണം വളരും. അങ്ങനെയാണെങ്കിൽ 5 ലക്ഷം രൂപ 25 ലക്ഷം രൂപയിൽ കൂടുതൽ നമുക്ക് ലഭിക്കുന്നതായി കാണാം. മൂന്നാമത്തെ ഒരു രീതിയാണ് ഏർലി ബേർഡ് റിവാർഡ് ഓഫർ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന അതേ ദിവസം തന്നെ നിങ്ങളുടെ ഡയറക്റ്റ് 2 പേരെ പരിചയപ്പെടുത്തുക. അങ്ങനെ 2 പേരെ പരിചയപ്പെടുത്തുന്ന സമയത്ത് 0.20 പ്ലസ് 0.70 കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 0.90 ആണ് നിങ്ങൾക്ക് മെയിൻ ഐഡിയിൽ ലഭിക്കുന്ന വരുമാനം. അതായത് 1000 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടേണ്ട 200% റിട്ടേൺ നിങ്ങൾക്ക് 222 ദിവസം കൊണ്ട് ലഭിക്കുന്നു. ഇങ്ങനെ നമുക്കിഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോഗ്രാമാണ് പേൾവെയിൻ ഇൻ്റർനാഷണൽ. ഈ ഒരു 6 പ്രൊജക്റ്റിൻ്റെ പാർട്ണറായിട്ടാണ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ കടന്നു വരേണ്ടത്. ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, 1000 PVC മെറ്റ വാങ്ങി ഹോൾഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ തന്നെയും 1000 ദിവസം കൊണ്ട് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന 1000 PVC മെറ്റ 2000 PVC മെറ്റയായി വർദ്ധിക്കുന്നു. അങ്ങനെ വളരെ മികച്ച രീതിയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോഗ്രാമാണ് പേൾവെയിൻ ഇൻ്റർനാഷണൽ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുക, യൂട്യൂബ് വീഡിയോസ് കാണുക. അങ്ങനെ ഒരു വ്യക്തിക്ക് നല്ല രീതിയിലൊരു സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ കഴിയുന്ന ഒരു പ്രൊജക്റ്റാണ് പേൾവെയിൻ ഇൻ്റർനാഷണൽ. ഓക്കെ, താങ്ക് യു സോ മച്ച്.